80 ഗ്രാമോളം വരുന്ന MDMAയുമായി അഞ്ചലിൽ നിന്നും 2 യുവാക്കളെ പിടികൂടിയ സംഭവത്തിലെ പ്രതിയായ ഷിജുവിന് കോൺഗ്രസ് പാർട്ടിയിൽ ചുമതലയില്ലെന്ന് അഞ്ചൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. ആയിരക്കണക്കിന് വരുന്ന കോൺഗ്രസ് അനുഭാവികളിൽ ഒരാൾ മാത്രമാണ് MDMAയുമായി കഴിഞ്ഞ ദിവസം അഞ്ചലിൽ നിന്നും പിടിയിലായ ഷിജുവെന്നും അഞ്ചൽ പഞ്ചായത്ത് അംഗവും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ തോയ്ത്തല മോഹനൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ചലിൽ നടന്ന മയക്കുമരുന്ന് വേട്ടയിൽ 2 പേരെ അഞ്ചലിൽ നിന്ന് വേർത്ത് നിന്നും ഓരോരുത്തരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാധ്യമങ്ങളിലും പൊതുവെയും കോൺഗ്രസ് നേതാവ്, പ്രാദേശിക നേതാവ് എന്നുള്ള തരത്തിലാണ് ഈ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. സത്യവുമായി അതിന് യാതൊരു ബന്ധവുമില്ല. ഷിജു എന്ന് പറയുന്നയാൾ കോൺഗ്രസിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു പ്രവർത്തകനാണ്. അത് ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ, നമ്മുടെ പാർട്ടിയുടെ ഒരു ഘടകത്തിലും അദ്ദേഹത്തിന് ഭാരവാഹിത്വമില്ല. INTUCയിലോ കോൺഗ്രസ് പാർട്ടിയിലോ ഏതെങ്കിലും പോഷക സംഘടനകളിലോ ഭാരവാഹിത്വമില്ല. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമെല്ലാം കോൺഗ്രസ് അനുഭാവികളാണ്. അതിൽ ഞങ്ങൾ തർക്കം പറയുന്നില്ല. അത് ഞങ്ങൾ ആ നിലയിൽ തന്നെയാണ് കാണുന്നത്. എന്നാൽ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിലാണ്, കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിലാണ്. നിരവധി അനുഭാവികളിൽ, ആയിരക്കണക്കിന് വരുന്ന അനുഭാവികളിൽ ഒരാൾ മാത്രമാണ് ശ്രീ ഷിജു. MDMA വിൽപ്പന നടത്തുന്നവരിൽ ഏറ്റവും അവസാനത്തെ കണ്ണിയിൽ ഉൾപ്പെട്ട 2 പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ പട്ടണങ്ങളിലും കലാലയങ്ങളിലും ഉൾപ്പെടെ MDMA എത്തിച്ചു നൽകുന്ന വലിയൊരു ശൃംഖല തന്നെ ഇതിന്റെ പിന്നിലുണ്ടെന്നും അവരിലേക്കെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നത് നിർഭാഗ്യകരമായ ഒരു വസ്തുതയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയവരെ പിടിച്ചപ്പോൾ അതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. യുവതലമുറയെ ആകെ നശിപ്പിക്കുന്ന തരത്തിൽ ഇത്തരം മാരകമായ മയക്കുമരുന്നുകൾ കച്ചവടം ചെയ്യുന്നത് ആരായാലും അവരെ കയ്യാമം വെച്ച് തുറങ്കിലടയ്ക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹവും താല്പര്യവും. അതിൽ എല്ലാവരെയും 2 പേരെ അറസ്റ്റ് ചെയ്ത പോലീസിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. എന്നാൽ മറ്റൊരു കാര്യം, ഇത് വിൽപ്പന നടത്തുന്ന ഈ കണ്ണികളിൽ ഏറ്റവും അവസാനത്തെ 2 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത് എത്തിച്ചു കൊടുക്കുന്ന നമ്മുടെ പട്ടണങ്ങളിലും കലാലയങ്ങളിലും ഇത് എത്തിച്ചു കൊടുക്കുന്ന വലിയൊരു ശൃംഖല തന്നെ ഇതിൻ്റെ പിറകിലുണ്ട്. അവിടേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നിർഭാഗ്യകരമായ ഒരു വസ്തുതയാണ്. അപ്പോൾ ഇത് അവരെ കൂടി കണ്ടെത്തി ഇത് കൈകാര്യം ചെയ്യുന്ന എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ഈ ദുരന്തത്തിൽ നിന്ന് നമ്മുടെ യുവജനങ്ങളെ, കുട്ടികളെ, വിദ്യാർത്ഥിനികളെ രക്ഷിക്കുന്നതിന് പോലീസ് അക്ഷീണം പരിശ്രമിച്ച് എല്ലാവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. പോലീസ് അക്ഷീണം പ്രയത്നിച്ച് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് അഞ്ചൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുന്നതെന്ന് കോൺഗ്രസ് നേതാവ് സേതുനാഥ് പറഞ്ഞു. അഞ്ചൽ സ്വദേശിയും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ കോട്ടവിള ഷിജു എന്നറിയപ്പെടുന്ന ഷിജുവിനെയും ഏറം സ്വദേശിയായ സാജനെയുമാണ് MDMAയുമായി കഴിഞ്ഞ ദിവസം അഞ്ചലിൽ നിന്നും പിടികൂടിയത്. കുറച്ചു ദിവസങ്ങളായി പ്രതികളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12 മണിയോടെ ഡാൻസ് ഓഫ് ടീമും അഞ്ചൽ പോലീസും ചേർന്ന് അഞ്ചൽ ബൈപ്പാസിൽ വെച്ച് ഓട്ടോറിക്ഷയിൽ പോവുകയായിരുന്ന ഷിജുവിന്റെ വാഹനം വളഞ്ഞു പിടികൂടുകയായിരുന്നു. തുടർന്ന് ഓട്ടോറിക്ഷയിൽ പരിശോധന നടത്തിയതിൽ നിന്നും ഓട്ടോയുടെ ഡാഷ്ബോർഡിൽ സൂക്ഷിച്ചിരുന്ന 4 ഗ്രാമോളം MDMAയും കണ്ടെടുത്തിരുന്നു. തുടർന്ന് ഷിജുവിനെ ചോദ്യം ചെയ്തതിൽ നിന്നും ഏറം സ്വദേശിയായ സാജന്റെ വീടിനോട് ചേർന്നുള്ള കളയിലിനുള്ളിൽ ഷൂവിനകത്ത് സൂക്ഷിച്ചിരുന്ന 77 ഗ്രാമോളം വരുന്ന MDMAയും കണ്ടെടുത്തത്. എന്തായാലും കോൺഗ്രസ് നേതാവെന്നുള്ള പ്രചരണം അവസാനിപ്പിക്കാൻ എല്ലാവരും തയ്യാറാകണം. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ മാത്രമായ, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല, ഇത്തരം പ്രവർത്തനങ്ങളെ അപലപിക്കുന്ന ഒരു ശൈലിയാണ് ഞങ്ങളുടേത്. ഒരു തരത്തിലും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഞങ്ങളിത് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇതിനെ ആ സമയത്ത് തന്നെ അപലപിക്കാനും ഇതിൻ്റെ പിറകിലുള്ള ആളുകളെ കണ്ടെത്താനും, ഇത് വലിയ ഒരു കൊള്ളസംഘം തന്നെയാണ് ഇതിൻ്റെ പിറകിലുള്ളത്. ഇത് കോടികൾ വിലമതിക്കുന്ന ഏർപ്പാടാണ്. സാമ്പത്തികമുള്ളവർക്ക് മാത്രം ഈ ബിസിനസ് നടത്താൻ കഴിയുള്ളൂ. അത്ര
വില കൂടിയ സാധനങ്ങളാണ്. MDMA എന്ന് പറയുന്ന സാധനങ്ങൾ അത്രയും വലിയ വിലയുള്ളതാണ്. അതിൻ്റെ പിറകിൽ വലിയ തട്ടിപ്പാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിറകിൽ വമ്പന്മാരുണ്ട്. ആ വമ്പന്മാരെ പിടിക്കാതെ അല്ലെങ്കിൽ അവരിലേക്ക് എത്താതെ ഏറ്റവും അവസാനത്തെ കണ്ണികളെയാണ് ഇത് യുവജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്ന ആളുകളെ 2 പേരെയാണ് പിടിച്ചിട്ടുള്ളത്. ഇതിലെ 1-ാം പ്രതി ഒരാൾ ഇപ്പോഴും അയലറ സ്വദേശി ഒളിവിലാണെന്ന് പറയുന്നു. അതിനും മുകളിൽ ഉള്ള ആളുകളെ വമ്പന്മാരെ ഇതിൻ്റെ മുന്നിൽ കൊണ്ടുവരാനും പോലീസ് മാതൃകാപരമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണം. കോൺഗ്രസ് പാർട്ടിക്ക് ഷിജുവുമായി സൗഹൃദ ബന്ധം മാത്രമാണുള്ളത്. ഒരു പാർട്ടിയുടെ ഒരു ഘടകത്തിലും അദ്ദേഹം ഭാരവാഹി അല്ല എന്നുള്ള വിവരം കൂടി അറിയിക്കുന്നു. റിപ്പോർട്ടർ സജി അഞ്ചൽ. പുനലൂരിന്റെ പൊൻതിളക്കം അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 0475 291 2916 8129 69991.